ഇന്നലെ രാത്രി ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞത് ഇറാൻ വലിയൊരു ഗിഫ്റ്റ് അമേരിക്കയ്ക്ക് തരുന്നുണ്ട്. മണി റിലേറ്റഡ് ആണ്. അത് ന്യൂക്ലിയർ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ഇന്നലെ ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ഹാപ്പി ആയിട്ടാണ് ട്രംപ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. പലരും ട്രംപ് എന്താണ് പറയുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ പുറകിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന വീഡിയോയിൽ ട്രംപ് അഥവാ ട്രംപിന്റെ ടീം ഇറാന്റെ മറ്റൊരു ടീമുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പലതരത്തിൽ പല ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതാണ്. മുഹമ്മദ് ഗാലിബാഫ് ആണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും 80% ഗാലിബാഫുമായിട്ട് ബന്ധപ്പെട്ട നറേറ്റീവ്സ് ആണ് ഈവൻ ഇറാൻ ഓറിയന്റഡ് ആയിട്ടുള്ള മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു സൈഡിൽ കുറച്ച് ആൾക്കാർ ഇത് ഷാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഇറാന്റെ ഉള്ളിൽ അമേരിക്കയും ഇസ്രായേലും യുദ്ധം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നെക്സ്റ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നുള്ള തരത്തിലൊക്കെ പല കോൺസ്പിറസികൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇനി അതൊരു സൈഡിലിരിക്കട്ടെ. ഇപ്പം നമ്മൾ അതല്ല നോക്കേണ്ടത്. ഇറാന്റെ മുന്നിൽ 15 പോയിന്റുകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ റോൺ ഡെർമറിനെ ഇസ്രായേൽ കൃത്യമായിട്ട് അമേരിക്കയിലേക്ക് അയച്ചു വെച്ച് വാഷിങ്ടണിൽ കൃത്യമായിട്ട് ഈ പോയിന്റുകൾ കണ്ടീഷൻസ് എഴുതി ചേർത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് അമേരിക്കയുടെ കണ്ടീഷൻസ് അല്ല, ഇത് ഇസ്രായേലിന്റെ കണ്ടീഷൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇസ്രായേലിന്റെ കണ്ടീഷനായിട്ട് ഞാൻ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം തന്നെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. നിങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇറാന്റെ ഫണ്ടമെന്റൽ പോളിസി എങ്ങനെയാണ് അവർ ബ്ലൂ പ്രിന്റ് ചെയ്തിരിക്കുന്നത്? അവർക്ക് 3 സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി ഉണ്ട്. ഈ സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റിയിൽ നമ്പർ വൺ ന്യൂക്ലിയർ വെപ്പൺ. എന്തിന് ന്യൂക്ലിയർ വെപ്പൺ? ഇറാൻ എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ വെപ്പണിന് ഇത്രമാത്രം ആഗ്രഹിക്കുന്നത്? 1 പവർ, 2 ഇസ്രായേൽ ഡിസ്ട്രക്ഷൻ. ഇതാണ് അവർ എയിം ചെയ്യുന്നത്. പവർ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ഈസ്റ്റിൽ അവരുടെ പവർ. ഈ ന്യൂക്ലിയർ വെപ്പണോടൊപ്പം അവർ അടുത്ത് മുന്നോട്ട് വെച്ച അവരുടെ സ്ട്രാറ്റജിക് പ്ലാനാണ് പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അവരുടെ പ്രോക്സികൾ, അപ്പോൾ ഇറാന്റെ കൈകൾ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതിൻ്റെ തെളിവാണ് 1979 ഷാ ഭരണകൂടത്തിനെ വീഴ്ത്തിക്കൊണ്ട് ഖമനേയി ഭരണകൂടം സ്ഥാപിതമായപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ സ്ഥാപിച്ചതാണ് ഹെസ്ബുള്ള എന്ന് പറഞ്ഞ് ലെബനനിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഏതാണ്ട് 46-47 വർഷം പഴക്കമുള്ള ഒരു തീവ്രവാദ സംഘടന. 3ാമത് ഹോർമോസ് സ്ട്രാറ്റജി. ഈ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചരക്ക് ഗതാഗതം, ഇതിനെ നിയന്ത്രിക്കുക. അതിന് മേളിൽ എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ട്. ഇറാനെ വെറുപ്പിക്കുന്ന ഒരു രാജ്യങ്ങളുടെയും ചരക്ക് ഗതാഗതം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ സുഗമമായി നടക്കാൻ ഇറാൻ അനുവദിക്കില്ല. അപ്പോൾ അത് ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട്, ഒരു നെഗോസിയേഷൻ പോയിന്റ് ആയിട്ട് തന്നെ ഇറാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 വിഷയങ്ങളാണ് ഇറാന്റെ ബ്ലൂ പ്രിന്റ്. ഇതാണ് അവരുടെ സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി. ഇതിനെ 1 by 1 ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പറഞ്ഞാൽ, ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 15 പോയിന്റ് അമേരിക്ക ഇറാന് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഇന്നലെ അബ്ബാസ് അരക്ചി ത്രൂ ഇറാൻ അവർ മുന്നോട്ട് വെച്ച 3 കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടിയായിട്ട് അമേരിക്ക എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പലരും പല രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഈ 15 പോയിന്റുകൾക്കും വലിയ വിലയുണ്ട്. ഒരു രാജ്യം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, അവര് നിരന്തരം കണ്ടിരുന്ന സ്വപ്നം, 40-45 വർഷങ്ങളായിട്ട് അവര് കാത്തു സൂക്ഷിച്ച ഈ സ്വപ്നം, ഒരു ന്യൂക്ലിയർ പവർ, ഈ മിഡിൽ ഈസ്റ്റ് ഏരിയയിലെ വെസ്റ്റ് ഏഷ്യ ഡോമിനൻസ്, ഇതെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന തരത്തിലുള്ള എഗ്രിമെന്റ്. അതാണ് ഈ 15 കണ്ടീഷൻസ്. വളരെ സിമ്പിൾ കണ്ടീഷൻസ് ആണ്. ഇതിനകത്ത് വേറെ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ എഴുതിയിട്ടില്ല. ഇസ്രായേലിന് എന്താണോ വേണ്ടത് അതാണ് എഴുതിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സിറിയയിലെ ആസാദ് ഭരണകൂടത്തിന്റെ വീഴ്ചയോടുകൂടി ഇറാന്റെ പതനത്തിന് തുടക്കമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊട്ടും തന്നെ അതിനെ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഉള്ളിലാണ്. ഏതാണ്ട് 64 ഗ്രൂപ്പുകളുണ്ട് ഈ ഇറാഖിന്റെ ഉള്ളിൽ, ഇറാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇറാഖിന്റെ മേഖലയിലൊക്കെ ഇന്നലെ അമേരിക്ക നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ തകൃതിയായിട്ട് അമേരിക്ക ഇറാഖിന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് ഇറാൻ കെട്ടിപ്പടുത്തി ഉയർത്തിയ ഈ ആർക്കിടെക്ചർ, ഇന്റർണൽ സ്ട്രക്ചർ, ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും ഇറാൻ ഈ ഡീലിന് ഓക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ ഡീലിന് ഇറാൻ ഓക്കെ പറയുമോ?
ട്രംപ് സംസാരിച്ച വ്യക്തി ഈ ഡീലിന് ഓക്കെ പറഞ്ഞതായിട്ടാണ് അമേരിക്ക പറയുന്നത്. ആ വ്യക്തി ആരാണെന്ന് ഇതുവരെ റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഡീൽ സൈൻ ചെയ്താൽ ഇറാന്റെ 40 വർഷത്തെ സ്വപ്നം തകർന്നടിയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിരവധി സയന്റിസ്റ്റുകളുടെ ജീവൻ ഇവർ ഈ സാങ്ഷനിലൂടെ, അതിൻ്റെ ഈ സാങ്ഷൻ എന്ന് പറഞ്ഞ ഈ ഉപരോധങ്ങൾക്കിടയിൽ ഇവർ കണ്ടെത്തിയ പണം കൊണ്ട് ഇവർ കെട്ടിപ്പടുത്തി ഉയർത്തിയ നറ്റാൻസ്, ഇവരുടെ ഫോർഡോ, ഇസ്ഫഹാൻ, ഇതെല്ലാം തന്നെ ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആണ്. ഈ നറ്റാൻസ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയി നോക്കണം. ഏതാണ്ട് 20,000 യുറേനിയം സെൻട്രിഫ്യൂഗേഴ്സ് ഉണ്ട് അതിനകത്ത്. 20,000 സെൻട്രിഫ്യൂഗേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ നറ്റാൻസ് ഓൺലി. ഈ സെൻട്രിഫ്യൂഗർ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് സ്റ്റീലിൽ ഉണ്ടാക്കിയ ഒരു സെൻട്രിഫ്യൂഗർ എന്ന് പറഞ്ഞാൽ ഒരു കുഴൽ പോലെ ഇരിക്കുന്ന ഒരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിന്റെ ഉള്ളിലാണ് യുറേനിയം അതിനകത്തിട്ട് ഇങ്ങനെ കറക്കി ഇതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ്. പെർസെൻറ്റേജ് വൈസ് അതിന്റെ പ്യൂരിറ്റി ഇൻക്രീസ് ചെയ്ത് 90% ആക്കുമ്പോഴാണ് അതൊരു വെപ്പൺ ഗ്രേഡ് ആയിട്ട് മാറുന്നത് ഫുള്ളായിട്ട്. പക്ഷെ ഇപ്പൊ തന്നെ 60% എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം 460 കിലോഗ്രാം ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് IAEA സ്റ്റേറ്റ്മെന്റ്. ഇതേ IAEA 2003 ആദ്യമായിട്ട് ഇറാന്റെ ഉള്ളിൽ വെരിഫിക്കേഷൻ വേണ്ടി പോകുന്നത്. അത് തന്നെ ഒരു കണ്ടെത്തലിന്റെ പേരിലാണ്. ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിസിൽ ബ്ലോവർ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതായത് ഇറാന്റെ ഉള്ളിൽ നറ്റാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് IRGC ഭരണകൂടം രഹസ്യമായി ആണവായുധം നിർമ്മിക്കാനുള്ള പ്ലാന്റ് പണിതിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ എപ്പോഴാണ് വരുന്നത്? 2002 വരുന്നത്. 2002 ഈ വെളിപ്പെടുത്തൽ വരുന്നു. അമേരിക്ക അതിനുമേൽ പ്രഷർ ഇടുന്നു. ഇസ്രായേലിന് ആശങ്കകൾ കൂടുന്നു. ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ആശങ്ക ഉയർന്നു. അങ്ങനെ 2003 അമേരിക്ക IAEA പുഷ് ചെയ്ത് പ്രഷർ ചെയ്ത് ഞങ്ങൾ എന്തായാലും ഇറാന്റെ ഉള്ളിൽ കയറി പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് നറ്റാൻസ് വിസിറ്റ് ചെയ്യാണ്. അന്ന് നറ്റാൻസ് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും IAEA പറഞ്ഞു വെച്ചത് അതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ്, അതായത് അവിടെ മൈനിങ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് ചെയ്യാനുള്ള സെൻട്രിഫ്യൂഗേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫുള്ളി ഒരു ന്യൂക്ലിയർ വെപ്പൺ ക്രിയേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റി ആയിരുന്നു. ആ ഫെസിലിറ്റിയെ കുറിച്ച് 2003 വരെ പൊതുസമൂഹത്തിന് ഒന്നും തന്നെ അറിയില്ല. അന്ന് ആദ്യമായിട്ട് 2003 IAEA പോയി പരിശോധിച്ചിട്ട് വന്നിട്ട് പുറത്തു പറഞ്ഞ റിപ്പോർട്ടാണിത്. അത് കഴിഞ്ഞിട്ടും അവർ IAEAക്ക് കൃത്യമായിട്ടുള്ള ഡിസ്ക്ലോഷർ, അത് കഴിഞ്ഞിട്ടും IAEAക്ക് ഒരു ഫ്രീ മൂവ്മെന്റ് ഇറാൻ കൊടുത്തിട്ടില്ല. ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ പവർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്താനാണ് ഞങ്ങൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഒരു പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് അണ്ടർഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നത്? ഇത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. പവർ പ്രൊഡക്ഷൻ ആണല്ലോ. നറ്റാൻസ് എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമുള്ള, രഹസ്യമായിട്ട് ആണവായുധം നിർമ്മിക്കാനുള്ള പ്ലാന്റ് തന്നെയായിരുന്നു. അതാണ് അതിന്റെ കൺസ്ട്രക്ഷന്റെ ശൈലി. അതായത് ഇറാൻ ഇത് ചെയ്യാൻ പറ്റില്ല, ഇറാന് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടത്താൻ പറ്റില്ല. അത് ഇറാന് മാത്രമല്ല, പല രാജ്യങ്ങൾക്കും നടത്താൻ പറ്റില്ല. ഈ ഖമനേയി ഭരണകൂടത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നുള്ളത്. ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് നേടിക്കഴിഞ്ഞാൽ ഈ ലോകത്തൊരു പവർ കിട്ടും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിൽ ഒരു പവർ കിട്ടും. മിഡിൽ ഈസ്റ്റിൽ ഒരു രാജാവായിട്ട് മാറാൻ കഴിയും. അതേപോലെ തന്നെ ഗ്ലോബലി തന്നെ അമേരിക്ക നമ്മളെ കൂടുതൽ ചൊറിയില്ല, നമുക്ക് ഒരു ഗ്ലോബൽ പവർ അന്തസ്ത് കിട്ടും എന്നൊക്കെയായിരുന്നു ഖമനേയിയുടെ ഫിലോസഫി. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഐഡിയോളജിയുമായിട്ട് ഇത് ചേരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഐഡിയോളജിയെ പേടിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, അതാണ് ഇസ്രായേൽ. മറ്റ് വെസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ പാർഷ്യലി ഇവരുടെ കൂട്ടരാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പേടി ഏറ്റവും കൂടുന്നത് ഇസ്രായേലിനാണ്. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം ഇറാൻ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്തോട് നിരന്തരം ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1955 മുതലേ നമ്മൾ ഈ ഒരു ചരിത്രത്തിലേക്ക് പോകണം. 1955 ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീൽ, ആദ്യമായിട്ടൊരു ന്യൂക്ലിയർ ഡീൽ ഇറാനുമായിട്ട് സൈൻ ചെയ്യുന്നത് അമേരിക്കയാണ് സൈൻ ചെയ്യുന്നത്. 1955 ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയെങ്കിലും 1957 അറ്റ്മോസ് ദ പീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യുന്നത്. അമേരിക്കയാണ് ആദ്യമായിട്ട് ഇറാനിന് 5.5 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം കൊടുക്കുന്നത്. അതും പവർ പ്രൊഡക്ഷന്റെ പേരിലാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് തുടക്കം. പക്ഷെ 1955 57 ഷാ ഭരണകൂടമാണ്. അവിടെ IRGC ഇല്ല. ഇസ്രായേലുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ഇറാൻ. അതും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഷാ ഭരണകൂടം അത്രമാത്രം ന്യൂക്ലിയർ ഡിറ്ററൻസ് വേണം, ഇസ്രായേലിനെതിരെ പൊരുതണം എന്നുള്ള ചിന്താഗതിയൊന്നും അവർക്കില്ല. അവർക്ക് പവർ പ്രൊഡക്ഷൻ നടന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ മാത്രമാണ് അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിരുന്നത്. പക്ഷെ ആ സാഹചര്യത്തിലാണ് 1979 ഷാ ഭരണകൂടത്തിനെ ടോട്ടലി വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ഈ ഖമനേയി ഭരണകൂടം കടന്നു വരുന്നത്, IRGC വരുന്നത്, ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഓഫ് കോപ്സ്. ഈ IRGC വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയുന്നുണ്ട്. കാരണം ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഐഡിയോളജിക്കാണ്.
അപ്പൊ ഐഡിയോളജി പരമായിട്ട് യഹൂദിനെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്, വെസ്റ്റിനെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ ഐഡിയോളജിയുമായിട്ടാണ് അവർ കടന്നു വന്നത്. ആ ഐഡിയോളജിയാണ് ഇപ്പോഴും ഇറാനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രോക്സികൾ. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇറാന്റെ യുദ്ധത്തിന്റെ ശൈലിയും അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ യുദ്ധത്തിന്റെ ശൈലിയും നിങ്ങൾ നോക്കുക. ഇറാൻ നിരന്തരം യുദ്ധം ചെയ്യുന്നുണ്ട്. 40 വർഷങ്ങളായിട്ട് പ്രോക്സികളെ തീറ്റിപ്പോറ്റുന്നുണ്ട്. ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി നിരവധി പ്രോക്സികളെ നിലനിർത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹെസ്ബുള്ള 40 വർഷമായിട്ട് IRGC ഭരണകൂടം 1979 മുതൽ ഇറാനുണ്ടെങ്കിൽ അതേ 1979 മുതലേ ഹെസ്ബുള്ള ലെബനനിലുണ്ട്. ഇസ്രായേലിന്റെ ബോർഡറിൽ ഇസ്രായേലിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് അവരെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് ഹെസ്ബുള്ള അവിടെ ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഹമാസ് ഗാസയ്ക്കുള്ളിൽ നിരന്തരം ഇസ്രായേലിനൊരു തൊല്ലയാണ്. ഒരിക്കലും അവർ സമാധാനം വേണ്ടി ജീവിക്കില്ല. കാരണം അവർക്ക് നിരന്തരം യഹൂദിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ ഇറാഖിന്റെ സൈഡിൽ നോക്കൂ. ഇറാഖിന്റെ സൈഡിൽ 64 മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇൻഫാക്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വരെ ഇസ്രായേലിനെതിരെ നിലപാടുള്ള ഗ്രൂപ്പുകളുണ്ട്. അതായത് ഇന്ന് ഇസ്രായേലുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പല സുന്നി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വരെ ഇസ്രായേലിനെതിരെ നിലപാടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനു ഭേദം യഹൂദിനെതിരെയുള്ള വിരോധം ഫണ്ടമെന്റൽ ആണ്. അതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നേരിട്ട് വന്ന് അടിക്കും. അഥവാ ഇസ്രായേലിന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അമേരിക്കയെ ഒപ്പം കൂട്ടിക്കൊണ്ട് വന്ന് അടിക്കും. ഇതാണ് ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ രീതി. ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കാറില്ല. ഇസ്രായേൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് ആണ് നടത്തുന്നത്. ഇസ്രായേൽ പല സാഹചര്യങ്ങളിലും പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 2020 മൊഹസിൻ ഫഖർഷാദെ എന്ന് പറഞ്ഞ ഇറാന്റെ സയന്റിസ്റ്റ്, ന്യൂക്ലിയർ സയന്റിസ്റ്റ്, ഈ സയന്റിസ്റ്റിനെ സാറ്റലൈറ്റ് ത്രൂ റിമോട്ട് ഗൺ വെച്ചിട്ട് ആദ്യമായിട്ട് മൊസാദ് നടത്തിയ ഓപ്പറേഷനാണ് ഇറാന്റെ ഉള്ളിൽ. അയാളുടെ ഭാര്യയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഇയാളുടെ തലക്കിട്ട് മാത്രം എയിം ചെയ്ത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ഇയാളെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇറാൻ വീണ്ടും പുതിയ സയന്റിസ്റ്റുകളെ ഹയർ ചെയ്ത് അവർ ബാക്കപ്പ് പ്ലാനോടുകൂടി നെറ്റാൻസ് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും നെറ്റാൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ എത്ര തവണ ആക്രമണം നടത്തിയാലും അവർക്ക് അത്രമാത്രം ഡീപ്പ് ലെവൽ ബങ്കറിന്റെ ഉള്ളിൽ അവർ ഇത്തരം പ്രവൃത്തികൾ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ 2020 നെറ്റാൻസിൽ വലിയൊരു ബ്ലോ നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. മാസീവായിട്ടുള്ള ഒരു സ്ട്രൈക്ക് നെറ്റാൻസിന്റെ മേളിൽ. പാർഷ്യലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. വീണ്ടും നെറ്റാൻസ് അവർ ബിൽഡ് ചെയ്തു. ഞാൻ പറയുന്നത് 2025 12 ദിവസം നടത്തിയ യുദ്ധത്തിനെ കുറിച്ചല്ല. 2020 നിരന്തരം ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ പവറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ചരിത്രത്തിലൂടെ വേണം സഞ്ചരിക്കാൻ ഈ വിഷയത്തെ. അല്ലാതെ നമ്മൾ ഇന്നലെ നടന്ന വിഷയവുമായിട്ട് നമ്മൾ കൂട്ടിക്കെട്ടരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് രണ്ട് കൂട്ടരുടെയും വലിയൊരു ജേണിയാണ്. ഇറാൻ ആണെങ്കിൽ ഒരു 40-45 വർഷത്തെ യാത്രയാണ് ഇതിൽ. അവിടേക്കാണ് ട്രംപിന്റെ പുതിയ കണ്ടീഷൻസ് വരുന്നത്. ഈ പുതിയ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇറാന്റെ പ്രോക്സികളുടെ മാപ്പ് എടുത്തു നോക്കൂ. ഈ മാപ്പിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോക്സികളും ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? വൈ? ഇപ്പൊ ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവറാണ്, അമേരിക്ക ന്യൂക്ലിയർ പവറാണ്, റഷ്യ ന്യൂക്ലിയർ പവറാണ്. ഇങ്ങനെ ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യങ്ങൾ കുറെ ഉണ്ട് ലോകത്ത്, ഇല്ലാന്നില്ല. പക്ഷേ ആർക്കൊക്കെ പ്രോക്സികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ന്യൂക്ലിയർ പവർ ആവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോക്സികളെ വെച്ചുകൊണ്ട് തീവ്രവാദം നടത്തണോ? ഇതിലൊരു തീരുമാനം ആദ്യം എടുക്കണം. നിങ്ങൾക്ക് ന്യൂക്ലിയർ പവർ ആവണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോക്സികളെ വെച്ചുകൊണ്ട് ഭീകരവാദം നടത്തണോ? ഈ രണ്ടിലൊരു തീരുമാനം മസ്റ്റായിട്ട് എടുക്കണമല്ലോ. കാരണം ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും ഭീകരവാദവും ആണവായുധവും ഇത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ എങ്ങനെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ, ഈ കോമ്പിനേഷൻ പ്രവർത്തിക്കാൻ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡൽഹിയിൽ റെഡ് ഫോർട്ടിന്റെ മുന്നിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചല്ലോ. അത് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഈ കാർ പൊട്ടിത്തെറിച്ചത് എന്ത് മാനസികാവസ്ഥയിലാണ്, എന്ത് ഐഡിയോളജി മനസ്സിനകത്ത് വെച്ചുകൊണ്ടാണ് ഈ കാർ അവിടെ പൊട്ടിത്തെറിച്ചത്? അപ്പൊ ഈ അവിടെ ആണവായുധം കൊടുത്താലും അത് പൊട്ടിത്തെറിക്കും. ഒരു കാർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നെങ്കിൽ ആണവായുധം പൊട്ടിത്തെറിക്കാൻ വലിയ സമയതാമസമൊന്നും വേണ്ട. ഇതുകൊണ്ടാണ് ഈ ഐഡിയോളജി പ്ലസ് ഈ ആണവായുധം കോമ്പിനേഷൻ ഇത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയുന്നത്. ഇതിനെതിരെയാണ് ലോകം ഭയക്കുന്നത്. ഇതിനെ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ പേടിക്കുന്നുണ്ട്, ഈ കോമ്പിനേഷനെ. അതുകൊണ്ടാണ് അവര് ചേർത്ത് നിൽപ്പിന്റെ പോരാട്ടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ഈ റിലീജിയസ് ഫോളോവേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും തന്നെ മനസ്സിലാവില്ല. അവർ അനന്തമായിട്ടുള്ള തിയറികൾ എടുത്ത് വെച്ച് ഇങ്ങനെ നിരത്തും, ന്യായീകരണം നടത്തും, ന്യായീകരിച്ച് ഇങ്ങനെ വെളുപ്പിക്കും. പക്ഷേ യാഥാർത്ഥ്യം വളരെ ഡേഞ്ചറാണ്. അവർ പല കോൺസ്പിറസികൾ നിരത്തും. അമേരിക്ക അങ്ങനെ ചെയ്തു, അമേരിക്ക ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. ഈ യാഥാർത്ഥ്യ ബോധം മനസ്സിലായി കഴിഞ്ഞാൽ
ഇറാൻ എന്താണ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് പാർഷ്യലായിട്ടുള്ള വിശദീകരണങ്ങളൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇറാന് പ്രോക്സികൾ ഇല്ല എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇറാൻ ആണവായുധത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? കാരണം ഇത്രത്തോളം സീക്രട്ട് ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള ബങ്കറുകൾ കുഴിച്ചുകൊണ്ട് മലകൾ തുറന്നുകൊണ്ട് രഹസ്യമായിട്ടുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലാന്റുകൾ എന്തിനാണ്? പവർ പ്രോജക്റ്റ് ആണ് ലക്ഷ്യമെങ്കിൽ ഓപ്പൺ ആയിട്ട് ഈ പ്ലാന്റുകൾ നിർമ്മിച്ചാൽ പോരെ? എന്തിന് ഇത്രയും രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ, അതും മുന്നറിയിപ്പ് ലോകത്തുള്ള മറ്റുള്ള കോമൺ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇതിനെ രഹസ്യമായിട്ട് നിർമ്മിക്കുകയും അവസാനം പിടികൂടിയപ്പോൾ യെസ് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു സുപ്രഭാതം 2002 അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു, യെസ് ഞങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതായത് 2003 IAEA ഇറാനിൽ നിന്നും പുറത്തുപോയതിനു ശേഷം ഇവർ വീണ്ടും രഹസ്യമായിട്ട് 2006 മറ്റൊരു ആണവായുധ കേന്ദ്രം പണിയുകയാണ്. അതാണ് ഫോർദോ. ഈ ഫോർദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ ബങ്കർ ബസ്റ്റർ ഇട്ടാൽ പോലും എത്താത്ത രീതിയിലുള്ള ആഴത്തിലാണ് ഇവർ ഈ പണി ചെയ്തു വെച്ചിരിക്കുന്നത്. മലയുടെ ഒത്ത മധ്യത്തിൽ താഴോട്ട് കുഴിച്ചിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ഷെഡ് പോലെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വളഞ്ഞു തെളിഞ്ഞും വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇവിടെയൊന്നും ഇവർ IAEA പ്രവേശിപ്പിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവർ താഴെ കൂടി തുരങ്കമുണ്ടാക്കി അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടും. ബങ്കർ ബസ്റ്റർ വെച്ച് പോലും നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻസ്. ഇറാൻ അറിയാം അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിന്റെ കയ്യിലും നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഉണ്ട്. അവർ അത് വെച്ചിട്ട് ഇത് അറ്റാക്ക് ചെയ്യും, ഇത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം ഡീപ്പ് ലെവലിൽ വേണം നമ്മൾ ഇത് പണിയാൻ എന്നുള്ള മുൻധാരണയോടുകൂടി തന്നെയാണ് ഇറാൻ ഇത് പണിത് വെച്ചിരിക്കുന്നത്. 2025 IAEA നറ്റാൻസ് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2000 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരണം. ഈ സ്ഥിരീകരിച്ചതിൽ ഈ 2000 കിലോഗ്രാമിൽ 460 കിലോഗ്രാം അവര് 60% എബോ എൻറിച്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് വെപ്പൺ ഗ്രേഡിലേക്ക് അവർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റ് തുടരുകയായിരുന്നു. അത് ഫ്യൂ മോർ വീക്സ് ഇറാൻ ജസ്റ്റ് എൻട്രൻസ്, ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ ഒരു എൻട്രി പോയിന്റിൽ നിൽക്കുകയാണ് എന്നാണ് IAEA എന്ന് പറഞ്ഞു വെച്ചത്. 460 കിലോഗ്രാം. ബാക്കിയുള്ളതെല്ലാം അവർ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാറ്റുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല, ഇത് എൻറിച്ച്മെന്റ് പൂർത്തിയാക്കി ഈ 2000 കിലോയും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് എമർജൻസി ആയിട്ട് ഇസ്രായേലിന് ആക്രമണം നടത്തേണ്ടി വന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അവിടെ അറ്റാക്ക് നടത്തിയത്. പലരും വിചാരിക്കുമ്പോൾ 12 ദിവസം ഇസ്രായേൽ ചുമ്മാ വെറുതെ അങ്ങ് പോയി അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ളതാണ്. ഇല്ല, അതുകൊണ്ടാണ് നറ്റാൻസ്, ഫോർദോ, ഇഷ്ഫഹാൻ തുരുതര മാറി ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. എന്നിട്ട് അത് കഴിയാതെ വന്നപ്പോഴാണ് ഇതിന്റെ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയെ വിളിച്ച് B2 ബോംബർ വെച്ചിട്ട് ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ വെച്ച് അടുപ്പിച്ചത്. എന്നിട്ടും സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പോഴും അതിന്റെ ബ്ലൂ പ്രിന്റ് വ്യക്തമല്ല. അവിടെ പൊട്ടിത്തെറിച്ചോ ആക്രമണം നടന്നോ, കാരണം എവിടെയും ന്യൂക്ലിയർ ലീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് വീണ്ടും ഇറാനെ മുൾമുനയിൽ നിർത്തുന്ന, ഡൗട്ട്ഫുൾ പോയിന്റിൽ കൊണ്ട് നിർത്തുന്ന വിഷയങ്ങൾ. അതുപോലെ ഇഷ്ഫഹാനിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രഹസ്യമായിട്ടുള്ള താവളങ്ങൾ ഇവർ പണിയുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ട്രാൻസ്പെറൻസി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെയെല്ലാം ഇവർ 3 layers ഓഫ് പ്രൊട്ടക്ഷനാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ 2010 സ്റ്റാഗ്നറ്റ് വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ഇസ്രായേൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവർ കണ്ടുപിടിച്ച് ഇറാന്റെ ഉള്ളിലേക്ക് അത് കടത്തിവിട്ടിട്ട് നറ്റാൻസിലുള്ള 1000 സെൻട്രിഫ്യൂഗേഴ്സ് ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇറാൻ അത് റീബിൽഡ് ചെയ്ത്. ഇതൊക്കെ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഇന്റലിജൻസ് വിങ്ങിന്റെ ഓരോ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻസിൽ 1, 2, 3, 4, 5 കണ്ടീഷൻസിലും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതായത് ഈ ന്യൂക്ലിയർ പവർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. നമ്പർ 1. 2, എൻറിച്ച്മെന്റ് പാടില്ല, 0% എൻറിച്ച്മെന്റ്. എന്നിട്ട് ഫ്യൂച്ചറിൽ ഒരിക്കലും ഇനി ഏത് സർക്കാർ വന്നാലും ഇറാന് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പാടില്ല എന്നുള്ളത് തന്നെയാണ് 3ാമത്തെ പോയിന്റ്. 460 കിലോ എൻറിച്ച്ഡ് യുറേനിയം ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് കൈമാറുക, ഇല്ലാന്നുണ്ടെങ്കിൽ IAEAക്ക് കൈമാറുക. ഇല്ല, അമേരിക്കയ്ക്ക് ഞങ്ങൾ കൈമാറില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ IAEAക്ക് കൈമാറുക. ഈ 4 പോയിന്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു പിക്ചർ എന്റെ മനസ്സിൽ വന്നു. അതായത് ആയത്തുള്ള ഖമനേയിയുടെ ആ ഒരു എക്സ്റ്റെൻഡഡ് കരങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുന്ന വൺ വോയിസ്. ആ വൺ വോയിസ് ആണ് ദ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ഇവരെല്ലാം ഈ പ്രോക്സികളെല്ലാം ആയത്തുള്ള കമ്പനിയുടെ വോയിസുകളാണ്. കാരണം എന്താണ്? ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ കൊടുക്കുന്ന ഫണ്ട് ഏതാണ്ട് 800 മില്യൺ മുതൽ 1 ബില്യൺ വരെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെർ ഇയർ. അതായത് ഈ സാങ്ഷൻസിന്റെ ഇടയിലും ഉപരോധങ്ങൾക്കിടയിലും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട പൈസ എടുത്ത് ഇതേപോലെ തീവ്രവാദികൾക്ക് കൊടുക്കുന്നു, ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഇവരൊക്കെ ദൈവത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിന് എന്തിനാണ് ഇവരുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഹമാസിന് ഇവർ 100 മുതൽ 150 മില്യൺ ഇവർ കൊടുക്കുന്നുണ്ട്, മില്യൺ. ഹൂത്തികൾക്ക് 300 മുതൽ 500 മില്യൺ കൊടുക്കുന്നുണ്ട് ഹൂത്തികൾക്ക്.
ഇറാഖിലെ 64 മിലീഷ്യ ഗ്രൂപ്പുകളുണ്ടല്ലോ. ഓരോ മിലീഷ്യ ഗ്രൂപ്പുകൾക്കും മിനിമം 1 മില്യൺ മുതൽ 10 മില്യൺ 15 മില്യൺ 20 മില്യൺ ഇതെല്ലാം തന്നെ ബിലോ 100 മില്യൺ കാറ്റഗറിയിലാണ് ഈ ഇറാഖിന്റെ സൈഡിൽ കിടക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് എല്ലാം തന്നെ ഇറാൻ കൊടുക്കുന്നത്. അങ്ങനെ ഓവറോൾ കഴിഞ്ഞ ഒരു 7 മുതൽ 8 വർഷത്തിനകത്ത് 50 to 60 ബില്യൺ US$ ഇവർ ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാത്രം ഇവർ ചെലവാക്കിയിട്ടുണ്ട് ടു കൺട്രോൾ ദ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. കാരണം അവരുടെ കൈവിരലുകൾ ഇങ്ങനെ ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഇങ്ങനെ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് മുടക്കുന്നത്. IRGCയുടെ മോട്ടീവ് എന്നുള്ളത് ഇറാനിയൻ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതല്ല. അവരുടെ മെയിൻ മോട്ടീവ് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രോക്സികൾ പാകിസ്ഥാനെ ചുറ്റിപ്പറ്റി വരുന്നില്ല? എന്തുകൊണ്ട് പ്രോക്സികൾ മറ്റുള്ള ഒരു രാജ്യത്തിനെയും ചുറ്റിപ്പറ്റി പോകുന്നില്ല? എന്തുകൊണ്ട് പ്രോക്സികൾ ജർമ്മനിയെ ചുറ്റിപ്പറ്റി പോകുന്നില്ല? എന്തുകൊണ്ട് പ്രോക്സികൾ UK ചുറ്റിപ്പറ്റി പോകുന്നില്ല? ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി പ്രോക്സികൾ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇത് മാത്രമാണ്. ഇസ്രായേൽ വിജയിച്ചാൽ ഇവരുടെ ഫണ്ടമെന്റലിസം തോൽക്കും. അത് തോൽക്കാൻ പാടില്ല. കാരണം അത് ഡിവൈനാണ്. ഡിവൈൻ ഫണ്ടമെന്റലിസം ഒരിക്കലും തോൽക്കാൻ പാടില്ലല്ലോ. കാരണം അതൊക്കെ റെവലേഷൻസ് അല്ലേ. റെവലേഷൻസ് എങ്ങനെയാണ് തോൽക്കാൻ സാധിക്കുക? റെവലേഷൻസ് തോറ്റു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? റെവലേഷൻസ് സംരക്ഷിക്കാനാണല്ലോ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. കാരണം ഈ റെവലേഷൻ നൽകിയ ആൾക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദയനീയമായ, വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള, ജനിച്ചു കഴിഞ്ഞാൽ പരസഹായമില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രോക്സികളെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രോക്സികളെ നിയമിക്കുന്നെങ്കിൽ ഈ പ്രോക്സികൾക്കുള്ള ജോലിയും അവർ കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് വളരെ വൃത്തിയായിട്ട് ഇപ്പൊ ഹെസ്ബുള്ളയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇസ്രായേലിന്റെ ഉള്ളിൽ തുരുത്തരാ റോക്കറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ റോക്കറ്റിനും കൂലിയുണ്ട്. ഓരോ റോക്കറ്റിന് ഇസ്രായേലിന്റെ ഉള്ളിൽ പതിക്കുന്ന ഓരോ റോക്കറ്റിനും കൂലിയുണ്ട്. ആ റോക്കറ്റ് അയച്ച ആൾക്ക് പുണ്യം കിട്ടും. ഇതാണ് അവരുടെ ഫണ്ടമെന്റലിസം. ആ ഫണ്ടമെന്റലിസത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാനിവിടെ പറയുന്നത്. 6ാമത്തെ കണ്ടീഷൻ, IAEAക്ക് പൂർണ്ണമായിട്ടുള്ള ആക്സസ് കൊടുക്കുക. എല്ലാ എൻറിച്ച്മെന്റ് കേന്ദ്രങ്ങളും സന്ദർശിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക. ഏതെങ്കിലും ഹിഡൻ എൻറിച്ച്മെന്റ് യൂണിറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നുവെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ ഇൻവാലിഡ് ആവും. വീണ്ടും ആക്രമണം തുടങ്ങും. ഇതുവരെ ഈ കണ്ടീഷനിൽ ഒപ്പിട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സ്ട്രാറ്റജിക് ആംബിഗ്യൂറ്റി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഡീൽ ഏതെങ്കിലും ഒരു ഇറാനിയൻ IRGC റെപ്രസെന്റേറ്റീവ് സൈൻ ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുത്താൽ ഇറാന്റെ കഴിഞ്ഞ 40 വർഷത്തെ ആ ഒരു കഠിന പ്രയത്നം, അവരുടെ ആ ജിഹാദ്, അത് തകർന്നു വീഴുന്ന രംഗമായിരിക്കും. 7, 8, 9 കണ്ടീഷനുകളിലൊക്കെ പറയുന്നത് പ്രോക്സി വാർ നടത്താൻ പാടില്ല, പ്രോക്സികൾക്ക് പണം കൊടുക്കാൻ പാടില്ല, പ്രോക്സികളുമായിട്ട് ഒരു ഡീലും നടത്താൻ പാടില്ല. കഴിഞ്ഞ തവണ ഹൂത്തികളെ വെച്ച് അടുപ്പിച്ചിട്ട് ഞങ്ങൾക്കും ഹൂത്തികൾക്കും ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഏർപ്പാടുകളൊന്നും തന്നെ പാടില്ല. പ്രത്യേകിച്ച് പ്രോക്സികൾക്ക് ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ഇതിന് താഴെ എഴുതിയിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇവരുടെ അടുത്ത, ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ സ്ട്രാറ്റജിക് ആംബിഗ്യൂറ്റിയിൽ സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ആ ഏരിയയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയുടെ ഈ കണ്ടീഷൻസ് വന്നിരിക്കുന്നത്. ഇറാൻ വിടുന്നത് പോലെ ക്ലസ്റ്റർ ബോംബുകൾ അയച്ചുകൊണ്ട് എവിടെ വീഴും എന്നറിയാത്ത രീതിയിലുള്ള ആക്രമണങ്ങളല്ല ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കയെ പോലും നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ മാറ്റാം, ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. കാരണം ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്. ഇപ്പൊ പോലും ഈ കണ്ടീഷൻസ് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ കണ്ടീഷൻസ് ആണ്. ഈ പ്രോക്സികൾ ഉള്ളത് ഇസ്രായേലിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ ആണവായുധം എയിം ചെയ്യുന്നത് ഇസ്രായേലിലേക്കാണ്. പിന്നെ ഒരു ടോപ്പ് മോസ്റ്റ് കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി, അതിന്റെ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുക. ബിലോ 1000 കിലോമീറ്റർ റേഞ്ചിലേക്ക് കൊണ്ടുവരിക. പാകിസ്ഥാൻ റേഞ്ചിൽ കിട്ടും, പക്ഷേ ഇസ്രായേൽ റേഞ്ചിൽ കിട്ടത്തില്ല. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള റേഞ്ച് ഇറാന്റെ ആയുധങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ടോപ്പ് മോസ്റ്റ് കണ്ടീഷൻ. പിന്നെ ഇതിന്റെ അടുത്ത കണ്ടീഷൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. അത് വളരെ ഫ്രീ ആയിട്ട് ഒരു ഇന്റർനാഷണൽ സോൺ ആയിട്ട് തന്നെ അത് ചലിക്കണം. അതിൻ്റെ ഇടയിൽ വന്നിട്ട് കൈയും കാലിട്ട് അടിക്കുക, അയിനുകൾ വിതറുക, ഹൂത്തികളെ വെച്ച് റെഡ് സീയിലുള്ള റൂട്ട് തടയുക, കമേഴ്ഷ്യൽ ഷിപ്മെന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുക, ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ഒഴിവാക്കണം. ഇതാണ് കൃത്യമായിട്ട് അമേരിക്ക ഇറാന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന 15 കണ്ടീഷൻസ്. ഇനിയിപ്പം സറണ്ടർ ആവണോ ഇല്ലെങ്കിൽ യുദ്ധം തുടരണോ എന്നുള്ളത് ഇറാന് തീരുമാനിക്കാം. ശരിക്കും ഇറാന്റെ ഉള്ളിൽ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള ഷിറാസ് മേഖല ഉൾപ്പെടെ പല മേഖലകളിലും ആക്രമണം നടക്കുന്നുണ്ട്. ലെബനന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. ലെബനന്റെ ഉള്ളിൽ ഹിസ്ബുള്ള ഏതാണ്ട് 1 ലക്ഷം റോക്കറ്റുകളാണ് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 1 ലക്ഷം റോക്കറ്റുകൾ ഇവർ ഇങ്ങനെ നിരന്തരം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് IRGC തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു സൈഡിൽ ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ ഇറങ്ങി അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് IRGC ആണ്. IRGC വേറെ എവിടെയല്ല. IRGCക്ക് ഹിസ്ബുള്ളയാണ് IRGC. ഞാൻ പറഞ്ഞല്ലോ, 1979 IRGCക്ക് ഒപ്പം തുടക്കം കുറിച്ച് ലെബനനിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന IRGCയുടെ തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള. അപ്പൊ ഹിസ്ബുള്ളയെ അടിച്ചാലും ഇറാന് നോവും. ഇതിനകത്തുള്ളതും IRGCയുടെ പ്രോക്സികളാണ്, IRGC ആണ്. അതാണ് ഇസ്രായേൽ രണ്ട് സൈഡിൽ മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇത് റിയലി ഇസ്രായേലിന്റെ ഒരു സർവൈവലിന്റെ പോരാട്ടം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇസ്രായേൽ ഇവിടെ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ ഉണ്ടാവില്ല. കാരണം അത്തരത്തിലാണ് പ്രോക്സികളെ നിരന്തരം ബൂസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയും അണുവായുധവും ഈ കോമ്പിനേഷൻ വളരെ ഡേഞ്ചറാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ ആണവായുധമുണ്ട്. അത് എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ലോകം വിലയിരുത്തുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ഇറാന്റെ കേസ് കേട്ട് തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ ലോകം കുറച്ചുകൂടെ ഡീപ്പായിട്ട് പാകിസ്ഥാനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ എന്തായാലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.